വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ആൻഡ് ലൈഫ് ഫാമിലി. അപ്പോൾ ഇന്നത്തേതൊരു ചിക്കൻ സമൂസ. അപ്പം അതിൻ്റെ ഫ്രഷ് ഭാഗം വരുന്നത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ച്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉള്ളൊരു മസാലക്ക് വേണ്ടി മല്ലിച്ചപ്പ് ഒക്കെ കുറച്ച് നല്ലൊരു എന്താ പറയുക, നല്ലൊരു മസാല സെറ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് വഴറ്റി, എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നല്ലോണം ചിക്കൻ മസാല പൗഡർ, നല്ല മസാല ഉണ്ട്. മസാലയിൽ ഏതെങ്കിലും ടേസ്റ്റൊക്കെ കുറച്ച് കുരുമുളക് കൊണ്ട് ചെറുപ്പിച്ച് നിറച്ച് വെച്ചുകൊണ്ട് കത്തിയിട്ട് ചിക്കൻ മസാല, പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, അത് കളറിന് ഞാൻ ഓൾറെഡി പച്ചമുളക് ഇട്ടിന്, അപ്പോൾ കുറച്ച് കളറിന് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനും പൊട്ടറ്റോയും കൂടി മസാല മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് ഇതിന് ചിക്കൻ കൈകൊണ്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ടോ, പിന്നെ പൊട്ടറ്റോയും എന്നിട്ടാകുമ്പോൾ ഇതിൽ കുറച്ച് ചപ്പും കൂടി വെച്ച് കുറച്ചൊന്ന് മസാല ഒരു അരമണിക്കൂർ മസാല നല്ല സെറ്റാക്കി വെച്ച് എന്നിട്ടാകുമ്പോൾ സമൂസ ഷീറ്റിൽ സമൂസ ഇതൊരു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഓക്കെയാണ്. സമൂസ നല്ല പെർഫെക്റ്റ് ഷേപ്പാണ് ഇതിൻ്റെ ആ ഒരു വൃത്തിയും ഇതൊക്കെ. ഇത് ഇച്ചിരി മസാല അധികമാകുമ്പോൾ തന്നെ അത് ബൾക്കി നിൽക്കും, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഒട്ടാൻ നമുക്ക് കുറച്ച് മൈദമാവ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാകുമ്പോൾ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒന്നും പുറത്ത് വരില്ല. അതിപ്പോൾ അഥവാ നല്ലപോലെ നിറഞ്ഞു പോയാൽ അത് മൈദമാവ് വെച്ച് ഒട്ടിച്ചാൽ മതി. ഇച്ചിരി ഒരു സ്പൂൺ മൈദമാവ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ കിട്ടും. അപ്പോൾ അതിൽ കുറച്ചധികമായിപ്പോയി. ഇപ്പം പിന്നെ നോക്കി എടുത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പൊട്ടിപ്പോകുന്നില്ല. പിന്നെ എണ്ണ ഒഴിച്ച് ഒന്നിച്ചൊരുപാടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തപ്പോൾ വേഗം ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഓൾറെഡി മസാല കുക്കഡാണ്. പിന്നെ ഈ ഷീറ്റിൻ്റെ ഒരു ഷീറ്റ് റെഡിയാവുന്നൊരു ടൈം എടുക്കൂല. അപ്പോൾ നമുക്ക് വേഗം കോരിയെടുക്കാം. അല്ലാതെ നമുക്ക് മൈദമാവിൽ അത് നല്ലപോലെ ഒട്ടിച്ച് വെച്ചാൽ വിട്ടുപോകുന്നത് നല്ലപോലെ ഒട്ടിച്ച് വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കും. കാരണം തിളച്ചെണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് സിമ്മോട്ട് ആക്കിയിട്ട് പിന്നെ തിളക്കുമ്പോൾ തന്നെ കോരിയെടുത്താൽ ഒറ്റപ്പൊടി എണ്ണ കുടിക്കൂല, നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. Thank you.